ഇരുധ്രുവം. രചന ആത്തൂസ് മഹാദേവ്. അവതരണം സാലിം കരുളായി. അന്ന് പോയതിൽ പിന്നെ അർജുനും മാളവും തമ്മിൽ കണ്ടിട്ടില്ല. അർജുൻ ഒരുപാട് തവണ കോൾ ചെയ്തുവെങ്കിലും മാളു തന്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായിരുന്നില്ല. രാഗിയുടെ നിർബന്ധപ്രകാരം അർജുൻ പിന്നെ അവളെ വിളിക്കാതെയായി. എന്നാൽ മാധവ് അധിക സമയം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അകത്തേക്ക് അധികം കയറിയില്ലെങ്കിലും മായുവിനെ അടക്കിയെടുത്ത് അവൻ ഒരുപാട് സമയം ചെലവഴിക്കും. അവൾ അടക്കിയെടുത്തേക്ക് നോക്കി എന്തൊക്കെയോ സംസാരിച്ചിരിക്കുന്ന മാധവിനെ നിറകണ്ണുകളോടെ മാളുവിനും ആ അച്ഛനും അമ്മക്കും നോക്കാൻ കഴിഞ്ഞുള്ളൂ. മാധവ് തങ്ങളുടെ മകളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് അവർ മനസ്സിലാക്കിയ നിമിഷങ്ങളായിരുന്നത്. മാളു ഇപ്പോൾ അധികം പുറത്തേക്ക് ഇറങ്ങാറില്ല. ഏതു നേരവും മയുവിൻ്റെ റൂമിൽ തന്നെയാണ്. ആകാശം ഇടയ്ക്കൊക്കെ അവളെ കാണാൻ വരും. ആകാശം മാത്രമല്ല, ആവണിയും. അവരുടെ പ്രസൻസ് അവൾക്കൊരു ആശ്വാസം തന്നെയായിരുന്നു. എന്നാൽ ഇങ്ങ് അർജുൻ്റെ അവസ്ഥ ആകെ മോശമായിരുന്നു. റൂമിൽ തന്നെ അടച്ചിരിപ്പാണ് അവന്. ആഹാരം കഴിക്കാൻ പോലും താഴേക്ക് ഇറങ്ങാറില്ല. രാഗിയോടും മാധവനോടും ശ്രേഷ്ഠവനോടൊന്നും അവനിപ്പോൾ സംസാരിക്കാറില്ല. വർഷങ്ങൾക്ക് മുന്നേ ധനം നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ മോശം അവസ്ഥയാണ് ഇപ്പോൾ അവൻ്റേത്. വാസുട്ടാ. നെറുകയിൽ വിരുമ്പലോടെ തലോടിക്കൊണ്ടുള്ള തൻ്റെ അമ്മയുടെ സ്വരം കേട്ട് കണ്ണുകൾക്ക് മറിയായി വെച്ചിരുന്ന കൈയെടുത്ത് മാറ്റിക്കൊണ്ട് അവൻ എഴുന്നേറ്റു. എത്ര നാളാ മോനെ നീ ഇങ്ങനെ ഇരിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? എല്ലാവർക്കും ഉണ്ട് വിഷമം എന്ന് കരുതി ഇങ്ങനെ ഇരിക്കുന്നതാണോ അതിൻ്റെ പരിഹാരം? ഞാൻ പിന്നെ എന്ത് വേണമെന്ന് അമ്മ പറയുന്നത്? സന്തോഷം കൊണ്ട് തുള്ളിച്ചാടണോ? എനിക്ക് നഷ്ടമായത് എൻ്റെ ജീവിതം മാത്രമല്ല, എൻ്റെ പെണ്ണിനെയും ദശയെപ്പോലെ കണ്ട എൻ്റെ അനിയത്തിയും കൂടിയാണ്. ഒരു വിധത്തിൽ അല്ലെങ്കിൽ പോലും ഞാൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. ഇടർച്ചയോട് അവൻ അത് പറയുമ്പോൾ രാഗി അവനെ സംശയം നിറഞ്ഞ ദൃഷ്ടിയോടെ നോക്കി. നിന്നെ കൊണ്ട് കഴിയും പോലെയൊക്കെ നീ ആ കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിച്ചില്ല മോനെ. രാവെന്നോ പകലെന്നോ ഇല്ലാതെ കാവല് നിന്നില്ലേ അവൾക്ക്? എന്നിട്ട് എന്ത് ഫലം ഉണ്ടായത്? പോയില്ലേ അവള്? അർജുൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. വാസൂട്ടാ, നിനക്ക് അമ്മയോട് ദേഷ്യാണോ? എനിക്ക് എന്നോട് തന്നെ ദേഷ്യം. ഈ ഭൂമിയിൽ വന്ന് പിറവിക്കൊണ്ടതിന്, ആ നാട്ടിലേക്ക് പോയതിന്, മാളവിയെ കണ്ടതിന്, അവളുടെ സമ്മതമില്ലാതെ അവളെ വിവാഹം കഴിച്ചതിന്, അങ്ങനെ തുടങ്ങി എല്ലാത്തിനും എനിക്ക് എന്നോട് ഇപ്പം ദേഷ്യം. ഒരുപക്ഷെ അവൾ പറഞ്ഞതുപോലെ ഞാൻ അവളുടെ ജീവിതത്തിലേക്ക് പോയില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. എല്ലാം എൻ്റെ മാത്രം മിസ്റ്റേക്കാ. അവൻ ദേഷ്യം കൊണ്ടും സങ്കടം കൊണ്ടും പറഞ്ഞു. അമ്മ പോലും അവളെ തള്ളി പറഞ്ഞില്ലേ? എല്ലാം തകർന്നു നിൽക്കുന്ന അവളോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. ചേർത്ത് പിടിക്കേണ്ട സമയത്ത് ഇതും കൂടെ അവളോടും ആ കുടുംബത്തോടും ചെയ്യാൻ പാടില്ലായിരുന്നു നമ്മൾ. അത് കേട്ട് രാഗി അവനെ നോക്കി ചിരിച്ചു. ശരിയാ നീ പറഞ്ഞത്. ഞാൻ ആ നേരം അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. പക്ഷേ നീ ഒന്ന് ഓർക്കണം അർജുൻ, ഇതിപ്പോൾ ആദ്യ തവണയല്ല അവൾ നിന്നെ തള്ളിക്കളയുന്നത്. മുൻപൊരിക്കൽ നിന്റെയും ധനുവിൻ്റെയും വിവാഹം കഴിഞ്ഞെന്ന് പറഞ്ഞറിഞ്ഞപ്പോൾ ഇതുപോലെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് അവള്. അന്ന് ഞാൻ അവളെ തടഞ്ഞില്ല. ആ മനസ്സിലാക്കി കൂടെ നിന്നു. കാരണം അവളുടെ ഭാഗത്താണ് ന്യായം എന്ന് എനിക്ക് തോന്നി. പക്ഷേ വീണ്ടും വീണ്ടും ഓരോന്നുണ്ടാവുമ്പോൾ നിന്നെ വേണ്ടെന്ന് വെക്കാൻ അവൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ എങ്ങനെയാ അർജുൻ അവൾക്ക് നിന്നോട് ആത്മാർത്ഥ സ്നേഹം ഉണ്ടാവുന്നത്? ഇവിടെ ഇപ്പോൾ അവളോട് തുറന്നു പറഞ്ഞില്ലെന്നൊഴിച്ച് നീ എന്ത് തെറ്റാ ചെയ്തത്? എല്ലാം എല്ലാവരെയും അറിയിച്ച് ഭയപ്പെടുത്തണമായിരുന്നോ? എൻ്റെ മകൻ ആ 2 ദിവസം അനുഭവിച്ച ടെൻഷൻ ആർക്കും മനസ്സിലായില്ലെങ്കിലും ഞാൻ തിരിച്ചറിഞ്ഞു. എല്ലാവർക്കും മുന്നിൽ വെച്ച് അറിയാതെ വന്നു പോയ പിഴവിന് അവൾ നിന്നെ പയിക്കുന്നത് കണ്ടപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല എനിക്ക്. അർജുൻ ഒരു നിമിഷം ആ വാക്കുകൾ കാതോർത്ത് നിന്നു. നഷ്ടപ്പെട്ട ആ കുഞ്ഞിൻ്റെ ജീവന് പകരം വെക്കാൻ ഒന്നുകൊണ്ടും നമുക്ക് കഴിയില്ലെന്ന് എനിക്ക് അറിയാം അർജുൻ. എങ്കിലും ഞാനൊന്ന് ചോദിക്കട്ടെ, അവളുടെ സ്ഥാനത്ത് നീയായിരുന്നു ഇപ്പോൾ അവളെ തള്ളിക്കളഞ്ഞതെങ്കിൽ ആരെങ്കിലും നിന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കോ? നിന്റെ ന്യായങ്ങൾ കേൾക്കാൻ തയ്യാറാകോ? ഒരിക്കലുമില്ല. ഒരു പെണ്ണിനെ മനസ്സിലാക്കുന്ന പോലെ ഒരാണിനെ മനസ്സിലാക്കാൻ ആരെ കൊണ്ടും കഴിയില്ല. അവനെ ന്യായീകരിക്കാനോ അതിനെ ശരി കണ്ടെത്താനോ ആരും ശ്രമിക്കില്ല. ആണിനൊരു നിയമവും പെണ്ണിന് മറ്റൊരു നിയമമാണെന്ന് അവളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചത് കൊണ്ടാ അന്ന് ഞാൻ നിന്നെയും കൊണ്ട് അവിടുന്ന് ഇറങ്ങിയത്. കാരണം നിന്നെ മുന്നിൽ കാണുന്ന ഓരോ നിമിഷവും അവളുടെ അനിയത്തിയുടെ മുഖമേ അവൾ ഓർക്കൂ. ആ കുഞ്ഞിന്റെ മരണത്തിന് കാരണക്കാരായ നിന്നെ അവൾ കാണൂ. വീണ്ടും നിങ്ങൾക്കിടയിൽ പ്രശ്നം മൂർച്ഛിക്കാതിരിക്കാൻ ആ നേരെ ഇങ്ങനെയൊക്കെ എനിക്ക് തോന്നിയത്. പിന്നെ ഇനിയും ആളുടെ മുന്നിൽ നിന്നെ തലതാഴ്ത്തി കാണാൻ എനിക്ക് വയ്യ മോനെ. ഈ നിമിഷം വരെ നീ അവളെ വേണ്ടെന്ന് വെച്ചിട്ടില്ല. പക്ഷെ അവള്, ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ നീ എന്നോട് ക്ഷമിക്ക്. അവർ കൈകൾ കൂപ്പി അത്രയും പറഞ്ഞുകൊണ്ട് ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അർജുൻ തളർച്ചയോട് ബെഡിലേക്കിരുന്നു. മോളെ. ശ്രീധരന്റെ വിളി കേട്ടാണ് മാളു ബാൽക്കണിയിൽ നിന്ന് അകത്തേക്ക് വന്നത്. മുഖമെല്ലാം കരഞ്ഞു വീർത്ത് മുടിയെല്ലാം പാറിപ്പറന്ന് വല്ലാത്തൊരു രൂപത്തിലായിരുന്നവൾ. എന്താച്ചാ?
അവൾ മെല്ലെ അയൽക്കടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. അച്ഛനെ കുറിച്ച് സംസാരിക്കാനുണ്ട്, നീ ഇവിടെ ഇരിക്ക്. അയാൾ അവളെ ബെഡിലേക്ക് ഇരുത്തിക്കൊണ്ട് അവൾക്കരികിലായിരുന്നു. അയൽക്കടുത്തായി സിന്ധുവും നിൽപ്പുണ്ട്. സംഭവിച്ചതൊന്നും നികത്താൻ കഴിയാത്ത വേദനയും സങ്കടവുമാണ്. ഞങ്ങളുടെ ഒരു പ്രാണം പോയി. ഇനി ഈ അച്ഛനും നമുക്കും നീ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ മരണം വരെ നിന്നെയെങ്കിലും സന്തോഷത്തോടെ കാണണം ഞങ്ങൾക്ക്. എങ്കിലും പറയുക, നിനക്കിവിടെ ഞങ്ങളോടൊപ്പം നിന്നാൽ മതിയെങ്കിൽ മരണം വരെ ഞങ്ങൾ നിന്നെ നോക്കും. പക്ഷേ അതൊരിക്കലും രണ്ട് മനസ്സോടെ ആകരുത് മോളെ. എനിക്കറിയാം നിന്റെ ഉള്ളിലിപ്പോൾ എന്താണെന്ന്. അവനെ മറക്കാൻ നിനക്ക് കഴിയില്ല. അവന് നിന്നെയും പിരിയാൻ വേണ്ടിയല്ല ഒന്നിക്കുന്നത്. സന്തോഷത്തിലും സങ്കടത്തിലും ഒറ്റ മനസ്സായി കഴിയാനാണ്. ദേ, ഈ നിൽക്കുന്നവളെ ഞാൻ ഈ നിമിഷം വരെ കൈവിട്ടിട്ടില്ല. ഞങ്ങൾക്കിടയിൽ നടക്കാത്ത പ്രശ്നങ്ങളൊന്നും ബാക്കിയില്ല. എന്നിട്ട് ഞാൻ ഇവളെയോ ഇവളെന്നെയോ വേണ്ടെന്ന് വെച്ചിട്ടില്ല. വെക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഞാനില്ലെങ്കിൽ ഇവളോ ഇവളില്ലെങ്കിൽ ഞാനോ എന്നുള്ള വിശ്വാസം മരണത്തിൽ പോലും ഒറ്റക്കാക്കാതെ കൂടെ കൊണ്ടുപോകണമെന്ന് അച്ഛന്. കാരണം എന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്നവളാ ഇവള്. അവളെ മരണത്തിലായാലും കൈവിടില്ല ഞാൻ. മാളു അത്ഭുതത്തോടെ തൻ്റെ അച്ഛനെ നോക്കിയിരുന്നു. നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. പക്ഷേ ഈ നിമിഷം വരെ അർജുൻ തെറ്റുകാരനാണെന്ന് അച്ഛനോ അമ്മക്കോ തോന്നിയിട്ടില്ല. കാരണം ഞങ്ങൾക്കൊരു മകനുണ്ടായിരുന്നെങ്കിൽ അവനും ഇതേ ചെയ്യൂ. ഒരിക്കലും മൈവിനൊരു ദോഷം പറഞ്ഞെന്ന് അവൻ ചിന്തിച്ചു പോലും കാണില്ല. ഇവിടെ ആരെയും ന്യായീകരിക്കുന്നതല്ല. അവൻ്റെ അമ്മ പറഞ്ഞതൊക്കെ ഓർക്കുമ്പോൾ വല്ലാത്തൊരു നോവായിപ്പോഴും. അവർ പറഞ്ഞതുപോലെ നമ്മളൊക്കെ സന്തോഷത്തോടെ നടന്ന സമയത്ത് അവൻ മാത്രം വേദനയോടെ തള്ളി നീക്കിയ നിമിഷങ്ങൾ അത് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയുമോ മോളെ നമുക്ക്? അതും നമ്മുടെ കുഞ്ഞിനു വേണ്ടി. അയാൾ ഇടർച്ചയോടെ പറയുമ്പോൾ മാള് മുഖം താഴ്ത്തിയിരുന്നു. എന്നാൽ സിന്ധു സാരി തലപ്പ് കൊണ്ട് കണ്ണുനീരൊപ്പി. നിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നിന്റെ വാക്കുകൾക്കാണ് ശരിയെന്ന് നിനക്ക് തോന്നും. അല്ല, അത് തന്നെയാണ് ശരി. പക്ഷേ അവനൊരിക്കലും തെറ്റായിരുന്നില്ലെന്നതും സത്യമാണ്. അച്ഛനൊന്നിനും നിർബന്ധിക്കില്ല. പരസ്പരം ഒന്നിച്ചു പോകാൻ നിങ്ങൾക്ക് കഴിയില്ലെന്നാണെങ്കിൽ നമുക്ക് ഈ ബന്ധം പിരിയാം. അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ അവൾക്കരികിൽ നിന്ന് എഴുന്നേറ്റു. മാളു അയാളെ മുഖമുയർത്തി നോക്കാതെ ഒരേ ഇരിപ്പാണ്. താഴ്ന്നിരിക്കുന്ന അവളുടെ മുഖത്തെ ഭാവം ആർക്കും നിർവചിക്കാൻ കഴിയാത്തതായിരുന്നു. ഈ ബന്ധത്തിൽ നിന്ന് ഒഴിയാൻ ഞാൻ ഒരുക്കമാണ്. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് ഇറങ്ങുമ്പോൾ സിന്ധു ഒരു ഞെട്ടലോടെ തൻ്റെ ഭർത്താവിനെ നോക്കി. ശ്രീധരേട്ടാ, ഇവള് താനിപ്പോ ഒന്നും ആലോചിക്കേണ്ട സിന്ധു. ഈ തീരുമാനത്തിൽ നിന്ന് അവൾ തന്നെ പിന്മാറും. നമ്മൾ ഒറ്റക്കാക്കി പോകാനുള്ള മാനസിക സമ്മർദ്ദമാണ് അവൾക്ക്. അല്ലാതെ അവനോടുള്ള പിണക്കോ ദേഷ്യമോ അല്ലടോ. എന്നാലും നമ്മുടെ മക്കൾക്ക് മാത്രം എന്തായിട്ടാ ഈ വിധി? അവരുടെ ചുണ്ടുകൾ തേങ്ങലൂടെ വീങ്ങുമ്പോൾ ശ്രീധരൻ നിറകണ്ണുകളോടെ ചേർത്ത് പിടിച്ചു. മുൻജന്മത്തിലെ പാപങ്ങളുടെ കൂലിയ ഈ ജന്മം അനുഭവിക്കാന്ന് കേട്ടിട്ടുണ്ട്. അല്ലാതെ ഈ ജന്മത്തിൽ ആരെയും നോവിച്ചിട്ടില്ല നമ്മൾ. എൻ്റെ പൊന്നുമോൾ എന്നെ വിട്ടു പോയിട്ടും ഞാനീ പിടിച്ചു നിൽക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാ. എനിക്ക് കൂടെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ആരുണ്ട് നിങ്ങളുടെ കാര്യം നോക്കാൻ? അത് കേൾക്കാൻ അവർ പൊട്ടിക്കരഞ്ഞു. ഇങ്ങനൊന്നും പറയല്ല ശ്രീധരേട്ടാ, നമ്മുടെ മോൾക്കത് വിഷമാകും. എല്ലാം കേട്ട് അവൾ നമ്മുടെ കൂടെയുണ്ട്. അതേടോ, അവൾക്ക് നമ്മളെ വിട്ടുപോകാൻ കഴിയില്ല. നമ്മൾ അവളെ വിട്ടു കൊടുക്കുകയില്ല. ദേ, താനീ കരച്ചിൽ മതിയാക്ക്. ഇല്ലെങ്കിലേ എൻ്റെ കുട്ടിക്ക് ചിലപ്പോൾ ദേഷ്യം വരും. ശ്രീധരൻ അതുകൂടെ പറയുമ്പോൾ സിന്ധു വിങ്ങിപ്പൊട്ടിപ്പോയി. അയാളവരെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുമ്പോൾ അയാളുടെ ചുണ്ടുകൾ വിരുമ്പുന്നുണ്ടായിരുന്നു. നീ എങ്ങോട്ട് പോവാ വാസുട്ടാ? റൂമിലേക്ക് വന്ന രാഗി കാണുന്നത് എങ്ങോട്ടോ പോകാൻ റെഡിയായി നിൽക്കുന്ന അർജുനെയാണ്. അത് കണ്ടവർ ഒരു സംശയത്തോടെ ചോദിച്ചു, മമ്മ, ഞാൻ മാളുവിൻ്റെ അടുത്തേക്ക് പോവുക. അത് കേട്ടവർ അവനൊന്ന് നോക്കി. മമ്മ ഇനി ഇതിലെതിരൊന്നും പറയണ്ട, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഞാനായിട്ട് ഇനിയൊന്നും പറയുന്നില്ല അർജുൻ. പോകുന്നതും പോകാത്തതൊക്കെ നിന്റെ ഇഷ്ടം. പക്ഷേ നിന്നെ കാണുമ്പോൾ ആ കുട്ടി എങ്ങനെ പെരുമാറുന്ന അറിയില്ല. എന്തിനും തയ്യാറായി വേണം നീ അവിടേക്ക് പോകാൻ. അവരൊരു താക്കീതെന്നോണം പറഞ്ഞു. അറിയാം അമ്മ, പക്ഷെ അവസാനമായി എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം. ചെയ്തതിന് അച്ഛനോടും അമ്മയോടും മാപ്പ് ചോദിക്കണം. അവൾക്ക് നീ എന്നെ വേണ്ടെന്നാണെങ്കിൽ പിന്നെ. അത്രയും പറഞ്ഞുകൊണ്ട് അവനൊന്ന് നിർത്തുമ്പോൾ ആ ഉള്ളിലെ വേദന അവൻ പറയാതെ തന്നെ മനസ്സിലാക്കിയിരുന്നു രാഗി. എന്തായാലും തീരുമാനിച്ചിറങ്ങിയതല്ലേ, മോൻ പോയിട്ട് വാ. അതിനൊന്നും മൂളിക്കൊണ്ട് അർജുൻ കാറിൻ്റെ കീയും വാലറ്റും എടുത്ത് താഴേക്ക് ഇറങ്ങി. നീരജ്, കാറെടുക്ക്. സീറ്റോട്ടിൽ നിന്ന് അർജുൻ്റെ ഗാർഡ്സിലൊരാളായ നീരജിൻ്റെ നേർക്ക് കാറിൻ്റെ കീ എടുത്ത് എറിഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ
അയാൾ വേഗത്തിൽ അവന് പിന്നാലെ പോയി കാറ് സ്റ്റാർട്ട് ചെയ്തു. ശേഷം അവരിരുവരെയും വഹിച്ചുകൊണ്ട് ആ ആഡംബര കാറ് പുറത്തേക്ക് പോയി. രാവിലെയും ഉച്ചക്കും കഴിക്കാൻ താഴേക്ക് വരാതിരുന്ന മാധവനെ തിരക്ക് റൂമിലേക്ക് പോന്നതാണ് ചന്ദന. വലത് കൈ കണ്ണുകൾക്ക് മറയായി വെച്ച് ബെഡിൽ കിടക്കുന്നവനെ കണ്ട് അവർ വേദനയോടെ നോക്കി. കണ്ണാ, എഴുന്നേൽക്കിടാ. അവരവനടുത്തേക്ക് വന്ന് വാത്സല്യപൂർവ്വം ആ നെറുകയിലൊന്ന് തലോടുമ്പോൾ മാധവ് കണ്ണുകൾക്ക് കുറുകെയിരുന്ന കൈ മെല്ലെ മാറ്റി എഴുന്നേറ്റിരുന്നു. ആ ചുവന്ന് കലങ്ങിയ കണ്ണുകളും ഇടത് കൈയിലിരുന്ന ഫോണിന്റെ സ്ക്രീനിൽ തെളിഞ്ഞു കാണുന്ന മയുവിന്റെ ചിത്രവും കാണുകയെ തൻ്റെ മകൻ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന അറിയാതെ വലഞ്ഞുപോയി. അർജുൻ വിളിച്ചോ നിന്നെ? കാര്യം മാറ്റാനെന്നോണം അവർ ചോദിച്ചു. വിളിച്ചു. പഴയ അവസ്ഥ തന്നെയാ. മാള് കോളൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? രണ്ടുപേരും എത്രയാന്ന് വെച്ചാ രണ്ടിടത്ത് ഇങ്ങനെ കഴിയുന്നത്? അവർ നേരിയ അവലാതിയോടെ ചോദിച്ചു. അർജുൻ ഇന്ന് അവിടേക്ക് പോയിട്ടുണ്ട്. എന്താവെന്ന് അറിയില്ല. അതിനവരൊന്ന് മോളി. കണ്ണാ, നീ എഴുന്നേറ്റ് വന്ന് എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. നീ കഴിക്കാത്തതുകൊണ്ട് അച്ഛനൊന്നും കഴിച്ചിട്ടില്ല. അച്ഛനോട് കഴിക്കാൻ പറമ്മ. മെഡിസിനൊക്കെ കഴിക്കാനുള്ളതല്ലേ? അവനല്പം നീരസത്തോടെ പറഞ്ഞു. ഞാൻ പറയാത്തതാണോ? നീ ഇങ്ങനെ കിടക്കുമ്പോൾ ആ മനുഷ്യൻ ഇറങ്ങേണ്ടേ? നിനക്കറിയില്ലേ നിന്റെ അച്ഛനെ? നിർബന്ധിച്ചു ഒരുപാട്, പക്ഷെ കേൾക്കുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടിയെങ്കിലും എന്തെങ്കിലും ഒന്നും വന്ന് കഴിക്കുമോനെ. മാമ പോയി എടുത്തു വെക്ക്, ഞാൻ വരാം. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റ് ഫ്രഷ് ആക്കാൻ കയറി. പുറത്താരോ കോളിംബെല്ലടിക്കുന്ന ശബ്ദം കേട്ടാണ് സിന്ധു സാരി തലപ്പിനാൽ കണ്ണുകൾ തുറച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നത്. മുന്നിൽ നിൽക്കുന്ന അർജുനെ കണ്ട് അവരൊന്ന് സ്റ്റെക്കായി. അവർക്ക് പിറകിയായി ശ്രീധരൻ ഉണ്ടായിരുന്നു. അങ്കിൾ, എനിക്ക് മാളവികയോടൊന്ന് സംസാരിക്കണം പ്ലീസ്. പറ്റില്ലെന്ന് മാത്രം പറയരുത്, അവൻ അപേക്ഷ രൂപേണ പറഞ്ഞു. അതിനെന്താ മോനെന്തിനാ ഇങ്ങനെ അപേക്ഷിക്കണേ? നിന്റെ ഭാര്യയോട് സംസാരിക്കാൻ നിനക്കെന്തിനാ ഞങ്ങളുടെ അനുവാദം? മോനകത്തേക്ക് കയറിയിരിക്ക്. സിന്ധു, താൻ പോയി മോളെ വിളിച്ചോണ്ട് വാ. ശരിയേട്ടാ. സിന്ധു വേഗം മുകളിലേക്ക് കയറി പോകുമ്പോൾ ശ്രീധരൻ അർജുനെയും കൊണ്ട് അകത്തേക്കിരുന്നു. അമ്മക്ക് ഞങ്ങളോട് പരിഭവാകൂലേ? ശ്രീധരൻ തന്നെ സംസാരത്തിന് തുടക്കം കുറിച്ചു. ഒരിക്കലും ഇല്ല അങ്കിൾ. അന്നത്തെ അവസ്ഥയിൽ അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാ. അങ്കിൾ ഞങ്ങളോട് ക്ഷമിക്കണം. അരുത് അർജുൻ, തെറ്റിവിടെ എല്ലാവരുടെയും ഭാഗത്തുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ മാത്രം ക്ഷമ ചോദിക്കുന്നത് ഒരിക്കലും ശരിയല്ല. അയാളൊരു താക്കീതെന്നോണം പറഞ്ഞു. ശരിയായിരിക്കാം അങ്കിൾ, പക്ഷേ നിങ്ങൾക്ക് വന്ന നഷ്ടം ഒരിക്കലും എൻ്റെ ക്ഷമ പറച്ചിൽ കൊണ്ട് തീരില്ലെന്ന് അറിയാം. പക്ഷെ അങ്കിൾ, ഇങ്ങനെയൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയതല്ല. എങ്ങനെയും അവർ രണ്ടാളെയും സേവ് ചെയ്യുമെന്ന് ഉറപ്പിച്ചതാ. പക്ഷേ ബാക്കി പറയാൻ കഴിയാതെ അവൻ നിർത്തുമ്പോൾ ശ്രീധരൻ നിറകണ്ണുകളോട് അവനെ നോക്കിയിരുന്നു. വീണ്ടും അർജുൻ എന്തോ പറഞ്ഞു തുടങ്ങിയതും മുകളിൽ നിന്നും മാളവികയുടെ ശബ്ദം കേട്ടതും ഒന്നിച്ചായിരുന്നു. എനിക്ക് ആരോടും സംസാരിക്കാനോ കാണാനോ താല്പര്യമില്ല. അമ്മ അയാളോട് പോകാൻ പറയും. അമ്മക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറയാം. അവളുടെ ആ സംസാരം കേട്ട് ഒരു വേള ശ്രീധരൻ ഞെട്ടലോട് അർജുനെ നോക്കുമ്പോൾ അവൻ്റെ മുഖം താഴ്ന്നിരിക്കുന്നത് കാരണം ഭാവം വ്യക്തമല്ല.